പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഓരോ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി നിലവിളിക്കാം. ഈ ഒരു കാലഘട്ടത്തിലെ മക്കൾക്ക് വേണ്ടി മക്കളെ ഓർത്ത് കരയാത്ത മാതാപിതാക്കള് ചുരുക്കമാണ്. ഇന്ന് മക്കളുടെ ജീവിതത്തെ ഓർത്ത് മക്കളുടെ ജീവിത രീതികളെ കണ്ട് താളം തെറ്റിയ ഒരുപാട് മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളുടെ സ്വപ്നത്തിനൊത്ത് മക്കളെ കരുതാനോ ചേർത്ത് പിടിക്കാനോ വളർത്താനോ പറ്റാതെ പോയവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. എന്നാൽ മറിയം ഒരു മകന് വേണ്ടി കരഞ്ഞിരുന്നു. പിലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി മല വരെയും അമ്മയുടെ കൺമുമ്പിൽ വെച്ച് തല്ലി തകർക്കപ്പെട്ട ആ മകനെ ഓർത്ത് അമ്മ വിലപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ലോകത്തിലെ ഓരോ മാതാപിതാക്കളുടെയും മക്കളെ നിത്യനാശത്തിൽ നിന്നും നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഏകമകന്റെ പീഡാസകനത്തിലെ അമ്മ വിലപിച്ചത്. ആ അമ്മയോട് ചേർന്ന് വഴിതെറ്റിപ്പോകുന്ന നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരോ മക്കളെയും നിത്യതയ്ക്ക് നേടിക്കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം.